ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോളോടോക്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജോബ് വേക്കൻസീസിനെ കുറിച്ചാണ്. ഫസ്റ്റ് കമ്പനി വരുന്നത് എൻഫിൻ ടെക്നോളജീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇവിടെ അക്കൗണ്ട് റിസർച്ച് ഇന്ത്യൻ എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള ഡിഗ്രിയോ ഡിപ്ലോമയോ ആണ്. അതുപോലെ തന്നെ സ്കിൽസ് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സിന് നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ MS ഓഫീസ്, എക്സൽ എന്നിവയിലൊക്കെ പ്രൊഫിഷ്യൻസി ഉള്ള കാൻഡിഡേറ്റ്സ് കൂടിയായിരിക്കണം. ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ ടൈം പീരീഡ് വരുന്നത് 6 months to 8 months ആണ്. സ്റ്റൈപ്പൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5,000 to 8,000 ആണ് സ്റ്റൈപ്പൻഡ് ആയിട്ട് പറയുന്നത്. ഫ്രഷേഴ്സിനുള്ള വേക്കൻസി ആണ്. ടോട്ടൽ 10 വേക്കൻസിയാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് HR@enfintechnologies.com എന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ റിസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ കവർ ലെറ്റർ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ തന്നെ സബ്ജക്റ്റ് ആയിട്ട് അക്കൗണ്ട് റിസർച്ച് ഇന്ത്യൻ എന്നുകൂടി നൽകേണ്ടതുണ്ട്. ഈ ഒരു ജോബ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജൂലൈ 26-നാണ്. ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 5-ആണ്. സെക്കൻഡ് വേക്കൻസി വന്നിരിക്കുന്നത് റീസണൻസ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ്. ഇവിടെ സിവിൽ സൈറ്റ് എഞ്ചിനീയറുടെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ട്രെയിനീസിനുള്ള വേക്കൻസിയാണ്, അതായത് ഫ്രഷേഴ്സിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് 3 year ഡിപ്ലോമയോ അല്ലെങ്കിൽ BTech സിവിലോ ആണ്. കാൻഡിഡേറ്റ്സിന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇന്റർപേഴ്സണൽ സ്കില്ലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്ട്രോങ് പ്രോജക്ട് മാനേജ്മെന്റ് ആൻഡ് സൂപ്പർവിഷൻ സ്കില്ല് കൂടി ഉണ്ടായിരിക്കണം. കൂടുതലായിട്ടും മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് കമ്പനി പ്രിഫർ ചെയ്യുന്നത്. കാൻഡിഡേറ്റ്സിന് AutoCAD, Civil 3D, Autodesk എന്നിവയിലൊക്കെ ബേസിക് നോളജും കമ്പനി ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് HR@resonanceengineering.com എന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. സബ്ജക്ട് ലൈനായിട്ട് സൈറ്റ് എഞ്ചിനീയർ, സിവിൽ, ട്രെയിനിങ് ആൻഡ് യുവർ നെയിം എന്നുകൂടി നിങ്ങളുടെ പേര് കൂടി നൽകേണ്ടതുണ്ട്. ഈ ഒരു ജോബ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജൂലൈ 26-നാണ്. ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 10-ആണ്. ഈ ഒരു സെയിം കമ്പനിയിലേക്ക് തന്നെ പ്രൊജക്ട് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റിലേക്ക് കൂടി വേക്കൻസി വന്നിട്ടുണ്ട്. ഇത് 1 to 4 year എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി ആണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് MBA, BBA, BTech, BE. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, പ്രസന്റേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, ടൈം മാനേജ്മെന്റ് സ്കില്ലും ഉണ്ടായിരിക്കുന്നതുണ്ട്. ഈ ഒരു പോസ്റ്റിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് കമ്പനി പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് കൂടി ആയിരിക്കണം. അപ്ലൈ ചെയ്യേണ്ടത് HR@resonanceengineering.com എന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യുന്ന ടൈമിൽ സബ്ജക്ട് ലൈനായിട്ട് എക്സിക്യൂട്ടീവ്, പ്രൊജക്ട് ആൻഡ് നിങ്ങളുടെ പേര് കൂടി നൽകേണ്ടതുണ്ട്. ഈ ഒരു ജോബ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജൂലൈ 26-നാണ്. ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 10-ആണ്. നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് പിക്കിയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ്. ഇവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ PHP ഡെവലപ്പറുടെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റ് 1 year എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ്. എക്സ്പീരിയൻസ് പറയുന്നത് QA ആയിട്ടോ അല്ലെങ്കിൽ PHP ഡെവലപ്പർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ IT ഓർ IT റിലേറ്റഡ് ഫീൽഡ് ആണ്. ഈ ഒരു പോസ്റ്റിന്റെ സാലറി പാക്കേജ് വരുന്നത് 15,000 to 25,000 ആണ്. നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിനോടനുസരിച്ചിട്ട് അതിൽ ചേഞ്ച് വരുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് HR@pickiassist.com എന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 8-ആണ്. ജോബ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജൂലൈ 25-നാണ്. നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് യുവർ വിഷൻ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്ന കമ്പനിയിലേക്കാണ്. ഇവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ട്രെയിനീസ് എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഫീൽഡ് ആണ്. അതുപോലെ തന്നെ സ്കിൽസ് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സിന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം. വെബ് ടെക്നോളജീസ് ഇൻക്ലൂഡിംഗ് HTML, JavaScript എന്നിവയിലൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ സ്ട്രോങ് അനലിറ്റിക്കൽ സ്കില്ലും പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഫ്രഷേഴ്സിനുള്ള വേക്കൻസി ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് HR@yourvision.co.in എന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ സബ്ജക്ട് ലൈനായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ട്രെയിനീസ് എന്നുകൂടി നൽകേണ്ടതുണ്ട്. ഈ ഒരു ജോബ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജൂലൈ 22-നാണ്. ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 15-ആണ്. ഈ സെയിം കമ്പനിയിലേക്ക് തന്നെ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറുടെ പോസ്റ്റിലേക്ക് കൂടി വേക്കൻസി വന്നിട്ടുണ്ട്. മിനിമം 2
ഇയർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ്. ഈ ഒരു പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേറ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ തന്നെ സ്കിൽസ് പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സിന് പൈത്തൺ, ജാങ്കോ എന്നിവയിലൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, ജാക്വറി എന്നിവയിലൊക്കെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ല പ്രോബ്ലം സോൾവിങ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് hr@yourvision.co.in എന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് എക്സ്പീരിയൻസ് കൂടി മെൻഷൻ ചെയ്ത് അപ്ലൈ ചെയ്യുന്നതാണ്. സബ്ജക്ട് ലൈനായിട്ട് ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ എന്ന് കൂടി നൽകേണ്ടതുണ്ട്. ഈ ഒരു ജോബ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജൂലൈ 22 ജോബിന്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 5. നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് ഇവാലോജിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ്. ഇവിടെ ജൂനിയർ QA അനലിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഒരു പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ഓർ റിലേറ്റഡ് ഫീൽഡ് ആണ്. അതുപോലെ തന്നെ ഇത് 0 to 1 year എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ്. അതായത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റ് തന്നെയാണ്. സ്കിൽസ് പറയുന്നുണ്ട് സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മെത്തഡോളജീസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് ദ ടെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ബഗ് ട്രാക്കിംഗ് ടൂൾസ് ആൻഡ് പ്രൊഫിഷ്യൻസി ഇൻ ടെസ്റ്റ് ഓട്ടോമേഷൻ ടൂൾസ് ആൻഡ് സ്ക്രിപ്റ്റിംഗ് ഈസ് പ്ലസ്. ഒപ്പം തന്നെ നല്ല പ്രോബ്ലം സോൾവിങ് സ്കില്ലും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടി ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഒരു ജോബ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജൂലൈ 26 ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ജൂലൈ 30. അപ്ലൈ ചെയ്യേണ്ടത് hr@evalogical.com എന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ടെക്നോ പാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജോബ് വേക്കൻസീസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലെ ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറുകളുടെ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്